അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു തൗബയിൽ പറഞ്ഞിരിക്കുന്നു, ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ആയത്താണ് ഷഹാദത്തിന് തെളിവായി അദ്ദേഹം പറഞ്ഞത്. ലഖദ് ജാഅകും, ലഖദ് എന്ന് പറഞ്ഞാൽ തീർച്ചയായും, ഉറപ്പായും, ജാഅകും നിങ്ങളിലേക്ക് ഇതാ വന്നിരിക്കുന്നു, റസൂലുൻ മിൻ അൻഫുസികും ഒരു ദൂതൻ ഇതാ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു, മിൻ അൻഫുസികും ആ ദൂതൻ നിങ്ങൾക്ക് പരിചയമില്ലാത്തയാളല്ല, നിങ്ങൾക്ക് അപരിചിതനായ വ്യക്തിത്വമല്ല, മിൻ അൻഫുസിക്കും അദ്ദേഹം നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ദൂതനാണ്. മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഉദ്ദേശിച്ചുകൊണ്ടാണ് അള്ളാഹു ഇത് പറഞ്ഞത്. എന്താണ് നിങ്ങളിൽ നിന്നുള്ള ദൂതൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതാ ഈ ദൂതനെ നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ പേര് നിങ്ങൾക്കറിയാം, അദ്ദേഹം എവിടെയാണ് ജനിച്ചത് എന്ന് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ ജീവിതം എന്തായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം, അദ്ദേഹത്തിൻ്റെ രഹസ്യവും പരസ്യവും എങ്ങനെയാണ് എന്ന് നിങ്ങൾക്കറിയാം, സത്യസന്ധത എന്താണ് എന്ന് നിങ്ങൾക്കറിയാം. റസൂലുൻ മിൻ അൻഫുസിക്കും, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏടുകൾ പരിശോധിച്ചാൽ ചിലപ്പോൾ ഒരു മനുഷ്യന് ചിലപ്പോൾ അയാളുടെ വീട്ടിൽ നടക്കുന്ന, അയാളുടെ വീട്ടിൽ അയാളുടെ ഒപ്പമുള്ള വ്യക്തി അയാളെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തത നൽകുന്ന ഹദീസുകൾ കണ്ടെത്താൻ കഴിയും. ചിലപ്പോൾ നമ്മളൊപ്പം ജീവിക്കുന്ന നമ്മുടെ ഭാര്യനെ കുറിച്ച് വരെ നമുക്ക് അത്ര അറിവുണ്ടാവില്ല. എങ്ങനെയാണ് അവിടുന്ന് ചിരിച്ചിരുന്നത്, എങ്ങനെയാണ് അവിടുന്ന് നടന്നിരുന്നത്, എങ്ങനെയാണ് അവിടുന്ന് സംസാരിച്ചിരുന്നത്, എങ്ങനെയാണ് അവിടുന്ന് ഖുത്ബ പറഞ്ഞിരുന്നത്, എന്തായിരുന്നു അവിടുത്തെ സ്വഭാവം, എപ്രകാരമായിരുന്നു അവിടുത്തേക്ക് വിനയമുണ്ടായിരുന്നത്, എങ്ങനെയാണ് അവിടുന്ന് ശത്രുക്കളോട് പെരുമാറിയത്, ഭാര്യമാരോട് പെരുമാറിയത്, അനുചരന്മാരോട് പെരുമാറിയത്, വൃദ്ധരോട് എങ്ങനെ പെരുമാറി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഓരോ ഘട്ടങ്ങളും നമുക്കറിയാം. റസൂലുൻ മിൻ അൻഫുസിക്കും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള റസൂലാണ് അവിടുന്ന്, നിങ്ങൾക്ക് അദ്ദേഹത്തെക്കുറിച്ച് അറിയാം. അസീസുൻ അലൈഹി മാ അനിത്തും, നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ്. ഹരീസുൻ അലൈക്കും, നിങ്ങളുടെ കാര്യത്തിൽ അങ്ങേയറ്റം പരിശ്രമിക്കുന്നവരാണ് അവിടുന്ന്. ബിൽ മുഅ്മിനീന റഊഫുർ റഹീം, മുഅ്മിനീങ്ങളോട് ധാരാളമായി പുറത്തു നൽകുന്ന, അവരോട് ധാരാളമായി കരുണ കാണിക്കുന്ന, അലിവ് കാണിക്കുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സത്യസന്ധത തിരിച്ചറിയുക എന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. പണ്ഡിതന്മാർ പറയാറുണ്ട്, അർറിസാല ലാ യദ്ദഈഹാ ഇല്ലാ ഖൈറുൻ നാസ് ഔ ശർറുൻ നാസ്. രണ്ടിലൊരാളല്ലാതെ ഒരിക്കലും ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന് പറയില്ല. ഒന്നല്ലെങ്കിൽ അവൻ ജനങ്ങളിൽ ഏറ്റവും നല്ലവനായിരിക്കും, അതല്ലെങ്കിൽ അവൻ ജനങ്ങളിൽ ഏറ്റവും വലിയ തെമ്മാടിയായിരിക്കും. ഇതിന് രണ്ടിനും ഇടയിൽപ്പെട്ട ഒരാൾ ഒരിക്കലും ഞാൻ നബിയാണെന്ന് പറയില്ല. ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്നൊരു സാധാരണ മനുഷ്യൻ, സാധാരണ കാര്യങ്ങൾ നോക്കി നടന്ന് ജീവിച്ചു പോകുന്ന ഒരാൾ വെറുതെ പറയില്ല ഞാൻ അള്ളാഹുവിൻ്റെ ദൂതനാണ് എന്ന്. ഒന്നല്ലെങ്കിൽ അവൻ നാട്ടിലെ ഏറ്റവും വലിയ തെമ്മാടിയായിരിക്കും, ജനങ്ങളുടെ പണം കക്കാൻ വേണ്ടി, അവരെ സമ്പത്ത് തട്ടിപ്പറിക്കാൻ വേണ്ടി അവൻ കള്ളപ്രവാചകത്വം വാദിക്കും. ഉദാഹരണത്തിന് മിർസാ ഗുലാം അഹമ്മദ് ഖാദിയാനിയെ പോലെ. ഒന്നല്ലെങ്കിൽ അവൻ ഏറ്റവും മോശക്കാരനായിരിക്കും, അയാളുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് മൂത്രവാർച്ചയായിരുന്നു, അവർക്ക് മൂത്രവാർച്ച ഉണ്ട് എന്നുള്ളതായിരുന്നു, അയാൾ നബിയാണെന്നുള്ളത് തെളിവായി അയാൾ പറഞ്ഞു. ഒരാൾ നബിയാണ് എന്ന് പറയുക ഒന്നല്ലെങ്കിൽ സമൂഹത്തിലെ ഏറ്റവും വലിയ കള്ളനായിരിക്കും, അല്ലെങ്കിൽ ഏറ്റവും വലിയ സത്യസന്ധനായിരിക്കും. ഈ രണ്ടിലൊരാളല്ലാതെ ഈ പറഞ്ഞ കാര്യം വാദിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം നിങ്ങളെടുത്ത് പരിശോധിക്കുക. അവിടുന്ന് തമാശക്ക് പോലും കളവ് പറഞ്ഞിട്ടില്ല. തൻ്റെ പേരക്കുട്ടി അവിടുന്ന് അഹ്ലുൽ ബൈത്തിന് സദഖയുടെ സകാത്തിന്റെ സമ്പത്തിൽ നിന്ന് ഭക്ഷിക്കാൻ അനുവാദമില്ല. തൻ്റെ പേരക്കുട്ടിയായ ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം വീട്ടിൽ കണ്ട ഒരു കാരക്ക എടുത്ത് വായിലേക്ക് ഇടുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് പുറത്തേക്ക് തുപ്പിക്കളയാൻ പറഞ്ഞോളൂ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, നിനക്കറിയില്ലേ നമുക്ക് സദഖയുടെ സമ്പാദ്യം അനുവദനീയമല്ല എന്ന് നിനക്കറിയില്ലേ? പണ്ഡിതന്മാർ പറഞ്ഞു, അത് സദഖയുടെ സമ്പാദ്യത്തിൽ പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറപ്പില്ല, പക്ഷെ ചിലപ്പോൾ ആയിരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ പേരമകനെ തടയുകയാണ്. നോക്കൂ നിങ്ങൾ, അവിടുന്ന് ജനങ്ങളുടെ സമ്പത്ത് എടുക്കുകയല്ല, അവർക്ക് നൽകുകയാണ്. മുദർ ഗോത്രത്തിൽ നിന്ന് കുറച്ച് ആളുകൾ ഒരിക്കൽ മസ്ജിദുൻ നബവിയിൽ വന്നു. അവരുടെ വസ്ത്രമാകെ നുരുമ്പിപ്പോയിരിക്കുന്നു, അവരുടെ ശരീരത്തിൽ മറക്കേണ്ട രൂപത്തിൽ മറക്കാനുള്ള വസ്ത്രം പൂർണ്ണമായില്ല. അവരിൽ പലരും ഭക്ഷണം കഴിക്കാതെ പട്ടിണി കിടന്ന് മെലിഞ്ഞ അവശരായിക്കൊണ്ടാണ് വന്നെത്തിയിരിക്കുന്നത്. അവരെ കണ്ടപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് ദുഃഖം പ്രകടമായി. അവിടുന്ന് ഉടനെ തൻ്റെ വീട്ടിലേക്ക് കയറിപ്പോവുകയാണ്. തൻ്റെ വീട്ടിലുള്ള പത്നിമാരോട് അവിടുന്ന് ചോദിക്കാൻ എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? അവർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ വീട്ടിൽ ഭക്ഷണമില്ല. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞതായി കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ ചിലപ്പോൾ മാസങ്ങളോളം അടുപ്പ് പുകയാറില്ല. മദീനയുടെ സേനാനായകന്റെ കാര്യമാണ് ഈ പറയുന്നത്, നേതാവിന്റെ കാര്യമാണ് ഈ പറയുന്നത്, സഹാബത്തിന് നേതൃത്വം നൽകിയ മനുഷ്യന്റെ കഥയാണ് ഈ പറയുന്നത്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് തിരിച്ചു വന്നു.
സഹാബികളെ വിളിച്ചു കൂട്ടി. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ സഹാബികളോട് പോയി പൈസ ഉണ്ടാക്കുമെന്ന് പറഞ്ഞില്ല. അവിടുന്ന് തൻ്റെ വീട്ടിലേക്ക് പോയി നോക്കുകയാണ്, എന്തെങ്കിലും എടുക്കാനുണ്ടാവുമോ എന്നറിയാൻ വേണ്ടി. എന്നിട്ട് അവിടുന്ന് സഹാബികളെ വിളിച്ചു, അവരോട് സംസാരിച്ചു, അവിടുന്ന് പ്രസംഗിച്ചു, അവരോട് സദഖ നൽകാൻ വേണ്ടി അവിടുന്ന് പ്രോത്സാഹനം നൽകി. ഓരോരുത്തരായി സദഖകൾ കൊണ്ടുവന്നു. ഒരു അൻസാരികളിൽപ്പെട്ട ഒരു മനുഷ്യൻ കയ്യിൽ തൂക്കിപ്പിടിക്കാൻ സാധിക്കുന്നത്ര സാധനങ്ങൾ എടുത്ത് പ്രയാസത്തോടുകൂടി മസ്ജിദ് നബവിയിലേക്ക് കയറി വന്നു. അയാളെ കണ്ടപ്പോൾ മറ്റുള്ള സഹാബിമാർ അവരും തങ്ങളുടെ വീടുകളിലേക്ക് പോയി കിട്ടാവുന്നതെല്ലാം എടുത്തുകൊണ്ടുവന്നു. വസ്ത്രത്തിൻ്റെയും ഭക്ഷണത്തിൻ്റെയും ഒരു ചെറിയ കുന്നു മസ്ജിദ് നബവിയിൽ ഇങ്ങനെ ഉണ്ടായി. സഹാബികൾ പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം സന്തോഷം കൊണ്ട് അതിന് തിളക്കം ഞങ്ങൾ കാണാൻ തുടങ്ങി. അവിടുന്ന് അതിൽ നിന്ന് ഇതാ വീട്ടിലെന്തെങ്കിലും ഇല്ല, കുറച്ച് എനിക്കൊന്ന് തന്നേക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിലേക്ക് കൊണ്ടുപോവുകയല്ല. അവിടുന്ന് വഫാത്താകുന്ന സന്ദർഭത്തിൽ അവിടുത്തെ പടയെങ്കി യഹൂദന്റെ കയ്യിൽ പണയത്തിലാണ്. ആരുടെ പടയെങ്കി? ഈ കാണുന്ന സഹാബികൾ, ലക്ഷക്കണക്കിന് വരുന്ന സഹാബിമാർ അവർക്ക് മുൻപിൽ, അല്ലെങ്കിൽ 10,000 വരുന്ന സഹാബിമാർ അവർക്ക് മുൻപിൽ ഖുത്ബ നടത്തിയ, ഹജ്ജത്തുൽ വദാഇൽ അവർക്ക് നേതൃത്വം നൽകിയ, ജീവൻ ത്യജിക്കാൻ വരെ തയ്യാറായ ഒരു സമൂഹത്തിന്റെ നേതാവ് അവിടുത്തെ പടയെങ്കി പണയത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിമാർ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസം തുടർച്ചയായി വയറ് നിറച്ച് ഭക്ഷിച്ച ഒരു സംഭവമില്ല. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് 3 ദിവസം തുടർച്ചയായി അവിടുന്ന് ചെയ്തിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം ഇതായിരുന്നു. അവിടുത്തെ നാട്ടിൽ നിന്ന് പുറത്താക്കിയവർ, അവിടുത്തെ ഒപ്പമുണ്ടായിരുന്നവരെ കൊലപ്പെടുത്തിയവർ, ഹംസ റളിയല്ലാഹു അൻഹുവിനെ നീചമായ രൂപത്തിൽ വധിച്ചു കളഞ്ഞവർ, അതാ വർഷങ്ങൾക്ക് ശേഷം മക്കയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിജയിച്ചുകൊണ്ട് തിരിച്ചെത്തുകയാണ്. മക്ക വിജയിച്ചടക്കിക്കൊണ്ട് തൻ്റെ നാട്ടിലേക്ക് തന്നെ പുറത്താക്കിയവരെ അവർക്കുമേൽ അധികാരം നേടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചെത്തുന്നു. ഉപദ്രവിച്ചവരുണ്ട്, പ്രയാസപ്പെടുത്തിയവരുണ്ട്, മക്കയിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയവരുണ്ട്, കൊലപ്പെടുത്താൻ ശ്രമിച്ചവരുണ്ട്, മക്കയുടെ പരിധിയിൽ വെച്ചുകൊണ്ട് ശാരീരിക ഉപദ്രവങ്ങൾ ഏൽപ്പിച്ചവരുണ്ട്. അവരെല്ലാം അതാ മുന്നിൽ വന്ന് നിൽക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഞാൻ നിങ്ങളോട് എന്ത് ചെയ്യുമെന്നാണ് നിങ്ങൾ കരുതുന്നത്? അവർ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, താങ്കൾ ഞങ്ങളിൽ ഏറ്റവും നല്ല മനുഷ്യന്റെ മകനാണ്, ഏറ്റവും നല്ല പിതാവിന്റെ പുത്രനാണ് താങ്കൾ, ഏറ്റവും നല്ല പുത്രനാണ് താങ്കൾ. താങ്കളിൽ നിന്ന് മാന്യതയല്ലാതെ മറ്റൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അവിടുന്ന് പറഞ്ഞു, ഇദ്ഹബൂ അൻതുമു തുലഖാ, പോയിക്കൊള്ളുക, നിങ്ങൾ സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ തിരിച്ചു പറഞ്ഞയക്കുകയാണ്. ഇതൊരു കള്ളപ്രവാചകന്റെ ചരിത്രമാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഇത് കളവ് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതമാണ് എന്ന് നിനക്ക് തോന്നുന്നുണ്ട്? അതിന്റെ ഒരു ചെറിയ ഭാഗം അവിടുന്ന് വിടുന്നതാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏടുകൾ നീ പരിശോധിക്കുക. അത് വായിച്ചതിന് ശേഷം 40 വർഷക്കാലം ഒരു നാട്ടിൽ അൽ അമീൻ, ഒരിക്കൽ പോലും കളവ് പറയാത്ത സത്യസന്ധനായി ജീവിച്ചൊരു മനുഷ്യൻ 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ജനങ്ങളുടെ സമ്പത്ത് 1 രൂപ പോലും മോഷ്ടിക്കുന്നതിന് വേണ്ടി കളവ് പറയാത്ത ഒരാൾ അള്ളാഹുവിന്റെ മേൽ കളവ് പറയുകയോ സാധിക്കും? ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും, നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഒരു റസൂൽ ഇതാ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു. ആ റസൂലിനെ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് സഹോദര, പരിഹാസങ്ങൾ മാറ്റിവെക്കുക, കളിയാക്കലുകൾ മാറ്റിവെക്കുക, ചിന്തിക്കുക, ഒന്ന് ആലോചിക്കുക, കുറച്ചു നേരം ബുദ്ധിയെടുത്ത് ചിന്തിച്ചു നോക്കുക. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം അവിടുന്ന് സത്യവാനായിരുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ്.